ഒരിക്കൽ യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കൽപ്പന ചോദിക്കുന്ന സാത്താൻ, അപേക്ഷിക്കുന്ന കർത്താവ്, ഇവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്കാണ് പത്രോസിനെ പോലെ നാം ഓരോരുത്തരും നിൽക്കുന്നത്. സാത്താൻ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമത്രേ നമ്മുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുക എന്നത്. ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും വിശ്വാസം എടുത്തു കളഞ്ഞാൽ പിന്നെ അവർ യാതൊരു വിശേഷതയുമില്ലാത്ത ശേഷം മനുഷ്യരെ പോലെയാകുന്നു. അങ്ങനെ തങ്ങളുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയ ഒട്ടനവധി പേരെ നാം ക്രിസ്തീയ സമൂഹത്തിൽ കാണുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ അനുവാദം ചോദിക്കുന്ന സാത്താൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ, നമ്മെ അവൻ്റെ പദ്ധതിക്കായി വിട്ടുകൊടുക്കാതെ നമുക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു കർത്താവ് മറുവശത്ത് നിൽക്കുന്നു. ഇന്നും ഈ കർത്താവ് സദാസമയം നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവേ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ നിൽക്കുന്നത് അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രം. എൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന പക്ഷം നമ്മിൽ സാത്താൻ്റെ ലക്ഷ്യമല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ പദ്ധതിയായിരിക്കും നടപ്പാകുക. ചോദിക്കുന്ന സാത്താൻ ചോദിച്ചുകൊണ്ടേയിരിക്കട്ടെ. അപേക്ഷിക്കുന്ന കർത്താവ് നമുക്കായിട്ടുള്ളത് കൊണ്ട് നമ്മെ സാത്താൻ്റെ കയ്യിൽ ഒരു കാരണവശാലും വിട്ടുകൊടുക്കുകയില്ല. കർത്താവാണ് അത് പറഞ്ഞത്. എൻ്റെ ആടുകളെ എൻ്റെ കയ്യിൽ നിന്നോ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നോ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നാം മാത്രമല്ല, ദൈവം നമുക്ക് ദാനമായി തന്ന നമ്മുടെ മക്കളും നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ സുരക്ഷിതരായിരിക്കും. നാം ചെയ്യേണ്ടിയത് ഇത്രമാത്രം: നമ്മുടെ കരങ്ങളെ അവരുടെ മേൽ വയ്ക്കുക, ദൈവവചനവും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുക. ഒരു കാരണവശാലും നമ്മുടെ കർത്താവ് അവരെ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.